അജൂക്കയാ എന്നിട്ട് ചെയ്ത് ഇത് എന്റെ ഇത്താക്ക് ബാത്റൂമിൽ പോകാനുള്ള കസേരയാ. എങ്ങനെയുണ്ട്? അല്ലാ നല്ല പാങ്ങണ്ടല്ല. അണക്കും പോവാൻ കഴിയാ? നിനക്കല്ല, എടാ പൊട്ടിപ്പോവും. എണീക്കടാ. ഇത് കൊള്ളാട്ടാ. എന്താ ഇതിലിരുന്ന സൂപ്പറായിട്ട് തൂറല്ലേ? കളിക്കല്ലടേ, എണീക്ക്. എടാ തടിയ, നീ അതിലിരുന്ന് ഒടിഞ്ഞു പോവും. എണീറ്റേ. ഇത് ഗർഭിണികൾക്ക് ഇരിക്കാനുള്ള. അകത്തോണ്ടൊക്കെ ചെല്ല് ചെല്ല്. ഓ എന്താ നീ ചൊല്ലം നിക്കൂ? ഒന്നിങ്ങി ബരി, അജൂക്ക വന്നിനി. വേം ബാ. എന്നാ നിങ്ങൾക്കുള്ള കസേരയാ. അജൂക്ക കൊണ്ടുവന്നയാ നിങ്ങക്ക് തൂറാനുള്ളത്. പിന്നെ അനക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന്? ഇഞ്ഞാക്കിനി അജൂക്കാന്റെ മുമ്പിൽ പോണെങ്കി ഈ തലങ്ങാണി കെട്ടണ്ടേ? അതങ്ങ് തന്നര്. പക്ഷെ അത് തന്നെങ്കി അനക്കൊരു 360 റുപ്യ വേണം. ഒരു ഇൻഷേപ്പ് മാങ്ങ കെട്ടാനാ. കണ്ടില്ല എന്റെ ബയറ് കിടന്ന് കുലുങ്ങുന്ന? ശരിക്കും ഭയങ്കര കുലുക്കഴിഞ്ഞ. എന്തായിക്കോ ഇത്? മിഞ്ഞാന്നല്ലേ 200 റുപ്യ മേങ്ങിയത്? അതൊക്കെ തന്നേക്കോ. ഇഞ്ഞാന്റെ കയ്യില് പൈസ ഉള്ളത് ഞാൻ കണ്ടിന്. ഇക്കു നീ ആ കരവലാക്കല്ലേ? അരി സാമാനം മേങ്ങാനുള്ള പൈസ അല്ലേ? അതെന്തേലാട്ട് ഇൻഷേപ്പിന്റെ കാശ് തരാതെ ഞാനേ തരികല. നീ തരല്ലത്. ഇഞ്ഞാക്ക് ഗർഭമൊന്നുമില്ല. ഇഞ്ഞ എല്ലാരോടും കളവ് ചൊല്ലിനി. ഇഞ്ഞാന്റെ ഗർഭം ഇതൊക്കെ തന്നെയാ, മഞ്ഞ് ഗർഭം. എന്നാ നിങ്ങൾ എന്നോട് തൂറിക്കോളി. എന്റെ കള്ളിയങ്കാട്ട് ഭഗവതി അമ്മേ, ഒരു വയറ് കണ്ട കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന എനിക്ക് പോലും മനസ്സിലായില്ല ഈ കള്ളഗർഭം. ഇടിവച്ചേ, ഒന്നുമില്ലെങ്കിലും നിനക്ക് എവനോടെങ്കിലും സത്യം തുറന്ന് പറയാമായിരുന്നു. അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അറിയാമോ നിന്നെയും നിന്റെ വ്യാജഗർഭത്തെയും? ഭർത്താവ് ഉപേക്ഷിച്ച നിനക്ക് ഒരു ജീവിതം തരാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയായിരുന്നു. കണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അതെ, കാസർഗോഡ് കള്ള പാസ്പോർട്ടിന്റെയും കള്ള വിസയുടെയും നാടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാ. ഗർഭിണികളോട് നമ്മുടെ ഡോക്ടർക്ക് ഇത്തിരി സിമ്പതി ഉണ്ടെന്ന് കരുതി കുറെ കാലം അയാളുടെ മുമ്പിൽ കൂടി ഗർഭിണി വിലസി നടക്കുകയായിരുന്നില്ലേ? ലോകത്തിൽ ഒരു പെണ്ണും അയാളെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടാവില്ല. നീ എന്തിനാണ് കരയുന്നേ? ഞാൻ ഈ കഴിഞ്ഞ 6-7 മാസം മൊത്തം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇവള് കാരണം. അല്ല, ഇവനെന്താ ഇങ്ങനെ ഇഞ്ചി കടിച്ചണ്ണാനെ പോലെ ഇരിക്കണേ? ഫാത്തിമ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ ഇവൻ സന്തോഷിക്കല്ലേ വേണ്ടത്? അതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് പോയില്ലയോ? ഡോക്ടർ എന്നോട് മാപ്പാക്കണം. ഡ്യൂട്ടി സമയത്ത് അത് നേരം പെയ്തിട്ട് വന്നിട്ടാവുമ്പോ അറിയാതെ പേടിച്ചിട്ട് നാവൊന്ന് വന്നു പോയത്. അതും ചൊല്ലിയിട്ട് എല്ലാരും എന്നോട് പിരിച്ചാക്കാൻ തുടങ്ങിയിട്ടാവുമ്പോ ഞാനും അങ്ങനെ തന്നെ ആയിപ്പോയി. ഞാനും എൻ്റെ അനിയനിക്കും ആരില്ലാത്തോല്. ഒരു പൊരയുണ്ടായിന്, അതിപ്പോ ബാങ്കിൽ പണയത്തിലുള്ളത്. ഉമ്മാന്റെ ഇക്കാക്കന്റെ പൊരയില് ഞങ്ങൾ ഉണ്ടായത്. മംഗലം കഴിഞ്ഞ് 3 കിടാക്കളുള്ള ഇക്കാക്കന്റെ മോൻ എപ്പോഴും ഉപദ്രവമാക്കും. എന്നെ ആൾക്ക് വേണമല്ലോ. പിന്നെ ഞങ്ങൾ ആടുന്ന് മാറിയിട്ട് വേറെ പോരേക്ക് പോയി. ആടേക്ക് വന്ന് ഉപദ്രവിക്കും ആ ഹറാത്ത്. ആകെ അറിയലായിട്ടുണ്ടാവുമ്പോ ആദം ഡോക്ടർ ചൊല്ലിയത് ഈടെ ഒരു വേക്കൻസി ഉണ്ടെന്ന്.
ഇക്കൂനെയും കൂട്ടിയിട്ട് ഈടേക്ക് വരുമ്പോ ഒന്ന് മാത്രം ഉണ്ടായിരുന്നു മനസ്സിൽ, നല്ല പാങ്ങിൽ ജീവിക്കണമെന്നും ഈടെ കുറെ കാലം നിന്നിട്ട് ബാങ്കിൽ നിന്ന് ജാഗ തിരിച്ചെടുക്കണമെന്നും. അല്ലാതെ ഞാൻ ആരും തോപ്പിക്കാൻ നോക്കിക്കില്ല. എൻ്റെ ഒക്കെ വരുമ്പോ എനിക്ക് ബയറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ടാവുമ്പോ അജുവിനെ വിട്ടിട്ട് പോകുന്നു വിചാരിച്ച്. സൂസൻ, അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഒരു കുഞ്ഞിനെ നിർത്താതുള്ള കരച്ചിലായിരുന്നു കാതിൽ എപ്പോഴും. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഡോക്ടർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ. സോറി മോളെ, ഞാൻ അപ്പോഴത്തെ ടെൻഷൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഐ എം സോറി. ഡോക്ടർ പറഞ്ഞ പോലെ ബുദ്ധിമോശം കൊണ്ടൊന്നല്ല ഞാൻ ഗർഭിണിയായത്. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. എന്നെ അറിയുന്നവർ രഹസ്യമായിട്ടെങ്കിലും പലരുടെയും പേര് ഊഹിച്ചേക്കാം. അങ്ങനെ ചിന്തിച്ച് പല കഥകളും ഉണ്ടാക്കാം. പക്ഷെ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് താങ്ങാനായില്ല. പലതും മറക്കാനുള്ള ശ്രമമായിരുന്നു. മൊബൈൽ ഫോണിലെ ഗെയിമുകളും ടിവിയിലെ കാർട്ടൂണുകളും. പക്ഷെ അതെന്നെ ഇങ്ങനെ ഒരു പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പരിചയമുള്ള ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു. പ്രസവം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവൾ ഇവിടുന്ന് പൊയ്ക്കോട്ടെ. അവക്കും അതാണല്ലോ ആഗ്രഹം. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിന്റെ ഫർണിഷിംഗ് പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിക്കാണോ? ഓപ്പിൽ അന്വേഷിക്കുന്നുണ്ടാവും. ദേ നിക്കണ നിപ്പ് കണ്ടോ? അവന്റെ ആ നിപ്പ് കണ്ടാത്തൊന്നും അവനാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്. വയറ് കണ്ടിട്ട് പിള്ളേർ ഏതാന്നും മാത്രല്ല തന്ത ആരാന്നും പറയാൻ പറ്റുമല്ലേ? പറ്റുമല്ലോ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ എത്താൻ കുറച്ച് വൈകി. സൈറയുടെ പേരൻസാ. അവളുടെ മമ്മിക്ക് അകത്തേറി ഒന്ന് കാണാൻ പറ്റുമോ?
ഡോക്ടർ ഡോക്ടർ കുഞ്ഞനങ്ങുന്നില്ല. അയ്യോ കുഞ്ഞിന്റെ പൊസിഷൻ അല്പം മാറിയതാ. Sarah, no. സൈറയുടെ മമ്മിക്ക് അകത്തേക്ക് വരണമെന്ന് വേണ്ട 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 വേണ്ട. അവര് നിർബന്ധിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിയോട് പറ അവരകത്തേക്ക് കയറ്റണ്ടെന്ന്. ആൺകുഞ്ഞാണെങ്കിൽ നീ എന്തു പേരാ ഇടുക? സാമുവൽ ഞാൻ വിചാരിച്ചു. ഇഷ്ടായോ? ഹായ് കലക്കി. Sarah, cool down, cool down, cool down. ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ വേണ്ടി വരൂ. ആ ചിലപ്പോ വേണ്ടി വരും. Okay, okay. Relax. And slowly, slowly, baby. Slowly, slowly. Push, slowly, slowly, slowly. Okay. That's good. Okay. ചക്കരേ, എന്താ വാവേ? വേഗാട്ടെ. കുക്കുടു കുച്ചു കുച്ചു കുച്ചു. വാ പാല് കുച്ചോട്ടോ. വേഗം വേഗം കുച്ചു. ആഹാ, നോക്കേ, ദാ നോക്കേ, അച്ഛൻ നോക്കേ, ദേ അവിടെ നോക്കേ. Hey! കണ്ടോ? Hey, Chakru! സൈറ വന്നിരുന്നു. അവളുടെ +2 റിസൾട്ട് വന്നത്രേ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന്. Hi, that's good. എങ്കിലും ഡെലിവറിക്ക് ശേഷം വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതിരുന്നിട്ടും അവളെ സാധിച്ചല്ലോ. കുഞ്ഞിനെ കണ്ടില്ലായിരുന്നു? ഇല്ല, ആ ഇവൻ ഉറക്കായിരുന്നു. പിന്നെ ചോദിച്ചപ്പോ കാണണ്ടെന്നാ പറഞ്ഞ്. മെഡിസിൻ എൻട്രൻസ് ചെയ്താൻ ബാംഗ്ലൂർ പോവാത്രേ. ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ആ കുട്ടി സംസാരിച്ചത്. ദാ ഈ പുസ്തകം ഡോക്ടർക്ക് തരാൻ പറഞ്ഞു. പുസ്തകം? പത്മരാജന്റെ കഥകളാ. ഇതെന്തിനാ ഇപ്പോന്നാ എനിക്ക് മനസ്സിലാവാത്ത. ചക്കരേ, പി പത്മരാജന്റെ ഈ കഥാപുസ്തകം സൈറ ഡോക്ടർക്ക് സമ്മാനിക്കാൻ കാരണമെന്താവും? ഇനിയൊരു പക്ഷേ സൈറയുടെ കഥയിലെ ഭൂതത്തിനെ ഈ കുപ്പിയിലാണോ അടച്ചിട്ടിരിക്കുന്നത്? അതിലെ തന്നെ മൂവന്തി എന്ന കഥ അവൾ മാർക്ക് ചെയ്തതെന്തിന്? ഡോക്ടർ ആകാംക്ഷാപൂർവം ആ കഥ വായിച്ചു തുടങ്ങി. കുന്നിൻപുറത്തെ ബംഗ്ലാവിന് ചുറ്റും മഞ്ഞ് നനവാർന്ന കാറ്റ് വീശിയടിച്ചപ്പോൾ അവൾ സ്വീകരണ മുറിയിൽ വന്നിരുന്ന് മാല കെട്ടി തുടങ്ങി. അമ്മയ്ക്ക് നീല നിറമായിരുന്നു അത്ര ഇഷ്ടം. അതുകൊണ്ട് അമ്മയുടെ പടത്തിന്മേൽ ചാർത്തുന്ന മാല എന്നും നീലപ്പൂക്കൾ കൊണ്ട് മാത്രമാണ് കെട്ടുക. കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അത് തിരിച്ചിട്ടില്ല. ഡോക്ടർ സക്കറിയ വായന തുടർന്നു. അയാളുടെ മനസ്സിലൂടെ കഥയിലെ കത്തോലിക്ക പള്ളിയിലെ മണികൾ അലച്ചടങ്ങി. സന്ധ്യാസമയം. അപ്പോഴാണ് അവൻ കടന്നു വന്നത്.
അന്ധയായ കുട്ടിയുടെ കയ്യിലെ കോർത്തുകൊണ്ടിരുന്ന പൂവുകൾ തീരാറായിരുന്നു. എല്ലാം കഴിഞ്ഞ് നിലത്ത് കിടന്ന നീല സാരിയും നീല ബ്ലൗസും അവളുടെ മീതേക്കിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ആ അന്ധയായ പെൺകുട്ടി അവളെപ്പോലെ അലങ്കോലമായ ആ മുറിയിലിരുന്ന് ഒച്ചയില്ലാതെ കരഞ്ഞു. ഇരുണ്ട വീട് തേങ്ങലുകളുടെ വീടായി. പുറത്ത് സന്ധ്യ രാത്രിക്ക് കീഴടങ്ങിയിരുന്നു. അച്ഛൻ നടത്തം കഴിഞ്ഞ് മടങ്ങിയെത്തി. അദ്ദേഹം ചവിട്ടിത്തേക്കപ്പെട്ട മുറിയെയും ചവിട്ടിത്തേക്കപ്പെട്ട മകളെയും നോക്കി ഇടർന്ന തൊണ്ടയോടെ വിളിച്ചു. അച്ഛൻ്റെ സാമീപ്യമറിഞ്ഞ് നഗ്നത മറയ്ക്കാൻ പോലും മെനക്കെടാതെ ഒരു കൊടുങ്കാറ്റ് പോലെ ചെന്ന് അവൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ മകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പൊടുന്നനെയാണ് ആ പെൺകുട്ടി അതറിഞ്ഞത്. അവളുടെ വിരലിൽ കൊഴുത്ത നനവ് തട്ടി. അച്ഛൻ്റെ കയ്യിലെ പല്ലിറങ്ങിയ മുറിപ്പാടിൽ നിന്ന് വിരലെടുത്ത് ഭയത്തോടെ നിസ്സഹായതാബോധത്തോടെ അവൾ മണത്തു നോക്കി. ഉണങ്ങാത്ത ചോരയുടെ ഗന്ധം, പരിഭ്രമ പ്രളയം. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ഈ കഥ വായിച്ചവസാനിപ്പിച്ചു. പിതാക്കന്മാരാലും സഹോദരങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ഈ ലോകത്ത് ആരോടും ഒന്നും പറയാതെ ആത്മഹത്യ ചെയ്യാതെ അപമാനവും ശകാരവും പേറി 10 മാസത്തെ ഗർഭകാലം അതായിരുന്നോ സൈറയുടേത്? ഒരു പ്രതികാരം പോലെ പിതാവിനോടുള്ള താക്കീതായിട്ടാണോ അവൾ പ്രസവിച്ചത്? സ്വന്തം മകളിലുള്ള കുഞ്ഞിൻ്റെ മുഖം അയാളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടട്ടെ എന്നവൾ കരുതിയോ? ഉത്തരങ്ങൾ അയാൾ കണ്ടെത്തിയേക്കാം. എന്തായാലും കഥകൾ അവസാനിക്കുന്നില്ല. തന്നെ തേടി ഇനിയും വരുന്ന ശരിയും തെറ്റുമായ അസംഖ്യം ഗർഭിണികൾക്കായി അവരുടെ പ്രവാചകനായി ഡോക്ടർ സക്രിയ ഇവിടെ തന്നെ ഉണ്ടാകും. ഹലോ ഹലോ അനു, ഐ എം സോറി ഫോർ എവറിത്തിങ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളോ? ആര് പറഞ്ഞു നീയാണ് ആ കുഞ്ഞുങ്ങളുടെ തന്തയെന്ന്? നീ വെറും വിത്തുകാളയാ. നാട് നീളെ ചേർപ്പിക്കാൻ കൊണ്ടു നടക്കുന്ന വെറും വിത്തുകാള. പിന്നെ നിന്റെ പ്രലോഭനത്തിൽ വീണ പഴയ അനുരാധയല്ല ഞാനിന്ന്. കൂട്ടുകാരന്റെയും ജാരന്റെയും കുപ്പായമിട്ട ഈ വിളിയുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. You get lost, bastard, from our life. അനുരാധയും കുടുംബവും ഇപ്പോൾ ഹാപ്പിയാണ്. ഡോക്ടർ സക്രിയയുടെ നമ്മൾ ചർച്ച ചെയ്ത 4 കേസുകളിൽ തികച്ചും അവിശ്വസനീയമായ ഒരു കെട്ടുകഥ പോലെ നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ടെങ്കിൽ സവിനയം ഒരു കാര്യം ഉണർത്തട്ടെ. ഈ കഥയും കഥാപാത്രങ്ങളും ഒരിക്കലും സാങ്കല്പികമല്ല. ഞങ്ങൾക്കറിയാമെന്ന ഒരു കുടുംബമാണത്. അവരുടെ സമ്മതത്തോടെ വ്യത്യസ്തമായ പേരുകളിൽ കഥാപാത്രങ്ങളായി അവർ നിങ്ങൾക്ക് മുമ്പിൽ വന്നുവെന്ന് മാത്രം. ഫാത്തിമ, ഈ കറുകപ്പട്ടയും കുന്തിരിക്കവും കൂടി അരച്ച് തേനിൽ ചാലിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിച്ച പ്രസവശേഷം വയറ്റിൽ പാടുവരില്ലത്ര. ദേ ഇങ്ങുണ്ട അല്ല, കുന്തിരിക്കം. യഥാർത്ഥ ഗർഭത്തിന്റെ 2 മാസവും പേറിയാണ് കാസർഗോട്ടേക്ക് ഫാത്തിമയുടെ യാത്ര. ഇനി അവളുടെ യാത്ര വളവുകളും തിരിവുകളുമില്ലാതെ സമാന്തരമായി പോകുന്ന നേർരേഖയിലാവട്ടെ. വ്യാജഗർഭത്തിന്റെ കഥ ഇതുപോലെയുള്ള യാത്രകളിൽ പറഞ്ഞു ചിരിക്കാവുന്ന ഒരു നേരം പോക്ക് മാത്രമാവും. ഇല്ലാത്ത ഗർഭം പറഞ്ഞ സക്രിയയുടെ ഗർഭിണികളിലെ ഫാത്തിമയ്ക്ക് അങ്ങനെ ഗർഭം കൊണ്ട് തന്നെ പര്യവസാനം. സൈറയുടെ കുഞ്ഞിനെ ജാസ്മിൻ ജെന്നിഫറിന് കൊടുക്കാൻ ഡോക്ടർ സക്രിയയും ഭാര്യയും അന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അവരത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഇന്നിപ്പോൾ നിയോഗങ്ങളുടെ മറ്റൊരു വിശാലതയിലാണ്
ജാസ്മിൻ ജെന്നിഫർ പുതിയൊരു ആകാശം പണിതത്. ആകാശത്തിലെ 100,000 നക്ഷത്ര കുഞ്ഞുങ്ങൾ അവരെ അമ്മേ എന്ന് വാഴ്ത്തിപ്പാടട്ടെ. ഭൂമിയിലെ അമ്മയില്ലാത്ത കുരുന്നുകൾക്ക് ജീവനും സ്നേഹവും അപ്പവുമായി അവരുണ്ട്. അമ്മയില്ലാത്തവർക്ക് അമ്മയായി.